ആശ്വാസവും പ്രോത്സാഹനവും ആത്മീയ ഉൾക്കാഴ്ചയും നൽകുന്ന ഒരു സന്ദേശം. നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് എത്ര നാൾ മറഞ്ഞിരിക്കുവാൻ കഴിയും? നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടുകയാണോ? നിങ്ങൾക്ക് അതിന് കഴിയുമോ? ഒരുപക്ഷേ നിങ്ങളുടെ കഴിഞ്ഞ കാല തെറ്റുകൾ ഓർത്ത് വേദനിക്കുന്നവരായിരിക്കാം. എന്നാലും അമിത ആവശ്യം തോന്നരുത്. നിങ്ങളുടെ പഴയകാല അനുഭവങ്ങൾ ലജ്ജ ഉളവാക്കുന്നതായിരിക്കാം. എന്നാൽ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് മറഞ്ഞു നിൽക്കുവാൻ കഴിയത്തില്ല എന്നുള്ളതാണ് സത്യം. ദൈവമെല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു, എല്ലായ്പ്പോഴും നിങ്ങളെ നോക്കുന്നു. നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നതും ദൈവം അറിയുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുവാൻ ശ്രമിച്ച ഒരു പ്രവാചകനുണ്ടായിരുന്നു, യോന എന്ന വ്യക്തി. നിലവിലെ ജനങ്ങളോട് പ്രസംഗിക്കുവാൻ ജോനെ വിളിച്ചുവെങ്കിലും അവൻ പോകുവാൻ ആഗ്രഹിച്ചില്ല. അങ്ങനെ അദ്ദേഹം ഒരു കപ്പലിൽ കയറി എതിർ ദിശയിൽ യാത്ര തിരിച്ചു. എന്നാൽ ദൈവം ഒട്ടും സമയം കളഞ്ഞില്ല. കപ്പലിലേക്ക് ഒരു വലിയ കൊടുങ്കാറ്റടിപ്പിച്ച് യോന കപ്പലിൽ നിന്ന് എറിയപ്പെട്ടു. തുടർന്നൊരു തിമിംഗലത്തിൻ്റെ വയറ്റിൽ കിടന്ന യോന ദൈവത്തോട് നിലവിളിച്ചു. ദൈവം അവനെ രക്ഷിച്ചു. നമുക്ക് ദൈവത്തിൽ നിന്ന് മറയത്ത് ഒളിപ്പാൻ കഴിയയില്ല. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. അതിനാൽ അവനിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കരുത്. പകരം അവങ്കിലേക്ക് ഓടിച്ചെല്ല. ഏറ്റുപറയാം, കർത്താവേ, നിന്നെ വിട്ട് എനിക്കധികം ഓടുവാൻ കഴിയത്തില്ല. നമ്മെ ദീർഘമായി കാത്തിരിക്കുന്ന അപ്പൻ, നമ്മോട് നമ്മുടെ പാപത്തെ ക്ഷമിക്കുന്ന സ്നേഹനിർഭനായ ദൈവം, ആ സാന്നിധ്യത്തിൽ അഭയം കണ്ടെത്താം. ദൈവം നിങ്ങളുടെ അവസ്ഥകളെ മാറ്റും, നിശ്ചയം. ഗോഡ് ബ്ലെസ് യു.